Welcome all to today's class. So in the last class we have seen about digital multimeter. So digital multimeter is an instrument which is used for measurement of voltage, current, resistance and other physical parameters like temperature, capacitance, etc. So in this class we are going to see about audio power meter and RF power meter. So let's start. സോ എന്താണ് ഒരു ഓഡിയോ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, ഓഡിയോ പവർ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? അതായത് ഒരു ഓഡിയോ സിഗ്നൽ ഉണ്ട്, നമ്മളിപ്പം വർത്താനം പറയുന്ന സമയത്ത് ആ ഓഡിയോ സിഗ്നൽ എന്ത് ചെയ്യും? ഒരു ഓഡിയോ ആംപ്ലിഫയർ വഴി ആംപ്ലിഫൈ ചെയ്തിട്ട് അതിനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായി കൺവേർട്ട് ചെയ്തിട്ട് ഇറ്റ് വിൽ ബി ഫെഡ് ടു എ ലൗഡ് സ്പീക്കർ. ഓക്കെ, ലൗഡ് സ്പീക്കറിൽ അതിനെ ആംപ്ലിഫൈ ചെയ്ത സൗണ്ട് നമ്മൾ കേൾക്കുന്നു. സോ വാട്ട് ഈസ് എൻ ഓഡിയോ പവർ? ഓഡിയോ പവർ ഈസ് എൻ ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്ഫേർഡ് ഫ്രം, എവിടെ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഓഡിയോ ആംപ്ലിഫയർ ടു എ ലൗഡ് സ്പീക്കർ. അതായത് ഒരു ഓഡിയോ ആംപ്ലിഫയറിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രിക്കൽ പവർ വിച്ച് ഈസ് ട്രാൻസ്ഫേർഡ് ടു എ ലൗഡ് സ്പീക്കർ, അതാണ് audio power. Okay, so what will be the audio power meter? ഈ ഓഡിയോ പവർ മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിരിക്കും എന്താണ്? ഈ ഓഡിയോ പവർ മീറ്റർ. അതായത് ഈ ലൗഡ് സ്പീക്കറിൽ, ഓഡിയോ ആംപ്ലിഫയറിൽ നിന്ന് ലൗഡ് സ്പീക്കറിലേക്ക് കൊടുത്ത ഇലക്ട്രിക്കൽ ഓഡിയോ പവറിന്റെ മെഷർ ചെയ്യുന്ന ഡിവൈസ് ആയിരിക്കും ഓഡിയോ പവർ മീറ്റർ. ഓക്കെ, സോ audio power meter is a device which indicates the amount of power that goes to a loudspeaker. എവിടെ നിന്ന്? From audio amplifier. So audio power meter is a device which indicates the amount of power that goes to a loudspeaker from audio amplifier. Okay, and what is audio power? Audio power is a electrical power transferred from audio amplifier to a loudspeaker. അതായത് ഓഡിയോ ആംപ്ലിഫയറിൽ നിന്ന് ലൗഡ് സ്പീക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ഇലക്ട്രിക്കൽ പവർ ആണ് എന്ത്? ഓഡിയോ പവർ. ആൻഡ് ഓഡിയോ പവർ ഈസ് മെഷേർഡ് ഇൻ വാട്ട്സ്. ഓക്കെ, ആൻഡ് യു ക്യാൻ സീ ദ ഡയഗ്രാം ഹിയർ. ദിസ് ഈസ് ദ ലൗഡ് സ്പീക്കർ ആൻഡ് അക്രോസ് ലൗഡ് സ്പീക്കർ we are connected this audio power meter device in parallel to the loudspeaker. Loudspeaker is here. Parallel to loudspeaker we have connected the audio power meter device. Okay, and in this audio power meter device you can see a voltage divider circuit here, and a transistor is there, BC547, and dual LED is also present. Okay, this dual LED will be glowing in green, red or orange in color depending on the power receiving at the LED input. This LED will be glowing in three colors. Okay, green, red and orange. Okay, if the power coming here is around 1 volt, it will be glowing in green color. Okay, if the power coming to the dual LED is around 1 volt, it will be glowing in green color. Okay, and if the power is coming more than 3 volt, then the LED will be glowing in red color. If the power is more than 3 volt, the LED will be glowing in red color. And if it is in between 1 volt and 3 volt, that is around 1.5 volt average. Okay, when it is around 1.5 volt, this LED will be glowing in orange in color. LED will be glowing in orange in color. അതായത് എന്താണ് ഈ ഓഡിയോ പവർ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചെറുപ്പകാലത്ത് നിങ്ങൾ സ്റ്റീറിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഈ സ്റ്റീറിയോയിൽ നമ്മുടെ വോയിസിനനുസരിച്ചിട്ട് അവിടെ ഒരു ഇക്വലൈസർ പോലെ ഒരു സാധനം കാണാം. ആദ്യം താഴത്ത് വന്നിട്ട് ഒരു ഗ്രീൻ കളർ ആയിരിക്കും, അതിനുശേഷം വന്നിട്ട് ഒരു ഓറഞ്ച് കളർ ആയിരിക്കും, അതിന് ടോപ്പിലായിട്ട് ഒരു റെഡ് കളർ ആയിരിക്കും. അത് നമ്മുടെ സൗണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച്, അതായത് സൗണ്ട് കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് ഒരു ഇക്വലൈസർ പോലെ അത് കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും.
മിക്കവരും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോൾ സൗണ്ട് നല്ല കൂടുതലാണെങ്കിൽ, അതായത് സൗണ്ടിന്റെ പവർ വളരെ കൂടുതലാണെങ്കിൽ അത് ഹൈ ആയി പോയിട്ട് ഏകദേശം റെഡ് ലൈറ്റ് അടക്കം ബ്ലിങ്ക് ചെയ്യും. ഇപ്പോൾ സൗണ്ട് വളരെ കുറവാണെങ്കിൽ അത് ഗ്രീനിലായിരിക്കും. ഒരു മീഡിയം സൗണ്ട് ആണെങ്കിൽ അതൊരു ഓറഞ്ച്, ഗ്രീനും ഓറഞ്ചും കൂടി ബ്ലിങ്ക് ചെയ്ത് കളിക്കും. ഓക്കെ, സോ അതാണ് ഈ ഓഡിയോ പവർ മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓഡിയോ പവർ മീറ്റർ ഇറ്റ് ഈസ് എ ഡിവൈസ് in which electrical power transferred from audio amplifier to a loudspeaker. ആ ഓഡിയോ പവർ മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഈ ഓഡിയോ പവർ മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ഈ ഒരു സർക്യൂട്ടിൽ നമുക്ക് 3 ഡ്യുവൽ LED ആണ്. ഇവിടെ നമുക്ക് 3 കളർ ഡിസ്പ്ലേ ആയിട്ട് വരും. അതായത് ഗ്രീൻ കളർ വെൻ ദ പവർ വിൽ ബി അറൌണ്ട് 1 volt, ഗ്രീൻ കളർ LED ബ്ലിങ്ക് ചെയ്യും. വെൻ power coming to the LED is around 3 volt, red color will be blinking, and when power is coming around 1.5 volt, orange color will be blinking. Okay, and also you can see here audio power meter consists of a dual color LED that shows green at an applied power level of about 1 volt. At 1.5 volt it will be glowing in orange. Above 3 volt it will be glowing in bright red. Okay, the circuit is connected in parallel with loudspeaker. Loudspeaker ഇവിടെയുണ്ട്, അതിനെ പാരലൽ ആയിട്ടാണ് ഈ സർക്യൂട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. loudspeaker connections and is powered from the audio signal. ഈ audio signal ആണ് ഇതിനെ ഈ ഒരു സർക്യൂട്ടിനെ പവർ ചെയ്യുന്നത്. And depends on the current, the LED will change its color. കറണ്ടിനനുസരിച്ചിട്ട് ആ LED അത് ഗ്ലോ ചെയ്യുന്ന കളർ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിപ്പോൾ ഇവിടെ നമുക്കൊരു പവർ ഉണ്ട്, ഇൻപുട്ട് പവർ അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ ഉണ്ട്. ഈ വോൾട്ടേജ് ഇവിടെ വരുന്ന സമയത്ത് ഇൻപുട്ടിൽ ഓരോ ആംപ്ലിറ്റ്യൂഡിലായിരിക്കും ഒരു വോൾട്ടേജ് വരുന്നത്. ആ വോൾട്ടേജ് വരുന്ന സമയത്ത് എന്താണ് ഇവിടെ സംഭവിക്കുക? ഇവിടെ വരുന്ന സമയത്ത് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ഉണ്ട്. ഇറ്റ് വിൽ ഡിവൈഡ് ദ വോൾട്ടേജ് ആൻഡ് വെൻ ദ വോൾട്ടേജ് ഇവിടെയുള്ള ഓഡിയോ സിഗ്നലിനനുസരിച്ച് ഇവിടെയുള്ള വോൾട്ടേജ് ചേഞ്ച് ചെയ്താൽ ഈ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് വിൽ ബി ഡിവൈഡിങ് വോൾട്ടേജ്. Ultimately what will be happening near this transistor? Here VB, അതായത് ബേസ് എമിറ്റർ വോൾട്ടേജ് ഉണ്ട്. ഇവിടെ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ബേസ് എമിറ്റർ വോൾട്ടേജ് വിൽ ബി ചേഞ്ചിങ്. So if the base emitter voltage is changing, base voltage will be changing. Base voltage ചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇവിടെ ബേസിലുള്ള കറണ്ടും മാറും. ഓക്കെ, ഒരു ട്രാൻസിസ്റ്ററിൽ ബേസ് കറണ്ട് മാറിക്കഴിഞ്ഞാൽ എന്ത് മാറും? കലക്ടർ കറണ്ട് മാറും. അപ്പോൾ ഇവിടെ ബേസ് കറണ്ട് മാറി, അപ്പോൾ ഇവിടെ കലക്ടർ കറണ്ട് മാറി. അപ്പോൾ കലക്ടർ കറണ്ട് ആണ് ഇവിടെ LED-യിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വരുന്ന കലക്ടർ കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ്, അതായത് ഈ വരുന്ന കലക്ടർ കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറവാണെങ്കിൽ green LED will glow. If it is an average current is coming, then orange LED will glow. If high current is coming, then red LED will glow. This is how this circuit works. അതായത് ഇവിടെ നമ്മുടെ സൗണ്ട് സിഗ്നലിനനുസരിച്ചിട്ട് ഇവിടെ ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡുള്ള വോൾട്ടേജ് ഇവിടെ വരുന്നു. ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് വോൾട്ടേജ് ഇവിടെ വരുന്നു. ഈ വോൾട്ടേജിനനുസരിച്ച് ഇവിടെയുള്ള ബേസ് എമിറ്റർ വോൾട്ടേജ് മാറുന്നു. ബേസ് എമിറ്റർ വോൾട്ടേജ് മാറുന്നതിനനുസരിച്ച് ഇവിടെയുള്ള ബേസ് വോൾട്ടേജ് മാറുന്നു. ബേസ് വോൾട്ടേജ് മാറിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ബേസിലുള്ള കറണ്ട് മാറുന്നു. ബേസ് കറണ്ട് മാറുന്നതിനനുസരിച്ച് നമുക്ക് കലക്ടർ കറണ്ട്, ട്രാൻസിസ്റ്ററിൽ അങ്ങനെയുള്ള ബേസ് കറണ്ട് ഈസ് ഡിപ്പെൻഡിങ് ഓൺ collector current is depending on base current. So base current മാറുന്നതിനനുസരിച്ച് collector current മാറുന്നു. അപ്പോൾ ഈ collector currentന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട് ഇവിടെ ഗ്ലോ ചെയ്യുന്ന LED-യുടെ കളറും മാറുന്നു. If collector current is of low current, then green LED will glow. If it is with high current, then red LED will glow. If it is coming with average current, then orange LED will glow here. Okay. So this circuit, yes, that audio power meter circuit consists of voltage divider resistors, transistor BC547 and a dual color LED. Depends on the magnitude of voltage present in terminals where loudspeaker is connected. The base voltage of transistor varies. അതായത് നമ്മുടെ ഈ ലൗഡ് സ്പീക്കറിന്റെ ഇൻപുട്ടിലേക്ക് വരുന്ന വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ ബേസിലുള്ള വോൾട്ടേജ് മാറുകയാണ്. വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റേഴ്സ് വിൽ ബി ഡിവൈഡിങ് ദ വോൾട്ടേജ് ആസ് ദ ബേസ് വോൾട്ടേജ് വേരീസ്. ബേസ് കറണ്ട് ഓൾസോ വേരി. ബേസ് കറണ്ട് വേരി ചെയ്യും.
as base current varies, collector current also varies. Collector current also will be varying. So the current to the LED also varies. Collector current മാറുന്നതിനനുസരിച്ച് LED യിലേക്ക് പോകുന്ന കറണ്ടും vary ചെയ്യും. So if minimum collector current is there, then green LED will glow. Medium collector current, orange LED will glow. If higher collector current, then red LED will glow. So based on the audio power fed to the loudspeaker, different LEDs will be glowing. Okay. Loudspeaker power വരുന്ന പവറിനനുസരിച്ച് different LED lights will be glowing. So this is an audio power meter. Okay. Next one is RF power meter. എന്താണ് RF power meter? RF power measure ചെയ്യുന്ന ഒരു ഡിവൈസ് ആയിരിക്കും RF power meter. Okay. RF power meter is an instrument designed for measurement of RF power. Okay. And normally RF power നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ടിൽ നോർമലി ഒരു ലോഡ് ഉണ്ടാവും അല്ലേ. ഓക്കെ, ആ ലോഡിന് അക്രോസ് എത്രത്തോളം പവർ വരുന്നുണ്ടോ ആ പവർ വെച്ചിട്ടായിരിക്കും നമ്മൾ RF പവർ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ യൂഷ്വലി മെഷേഴ്സ് ദ ആക്ച്വൽ പവർ ഡിസിപ്പേറ്റഡ് അക്രോസ് എ ടെർമിനേറ്റിംഗ് ലോഡ്. ആ ലോഡ് വെച്ച് അത് ടെർമിനേറ്റ് ചെയ്യാണ്. ആ ടെർമിനേറ്റിംഗ് ലോഡിന് അക്രോസ് എത്ര RF പവർ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യാണ്. സോ അവിടെയാണ് നമ്മൾ ഈ RF പവർ മീറ്റർ കണക്ട് ചെയ്യുക. സോ ടെർമിനേറ്റിംഗ് ലോഡിലാണ് അത് കണക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി എ സിംഗിൾ പോർട്ട് ഡിവൈസ്. ടെർമിനേറ്റ് ലോഡാണ് അവിടെ ഉള്ളത്. അവിടെ നമ്മൾ ഈ RF പവർ മീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ സിംഗിൾ പോർട്ട് ഡിവൈസ്. ഓക്കെ, ആൻഡ് there are different approaches for making measurements. In some measurements, current or voltage at the resistive load is measured. അതായത് ഔട്ട്പുട്ടിൽ റെസിസ്റ്റീവ് ലോഡ് വരുന്ന സമയത്ത് ആ റെസിസ്റ്റീവ് ലോഡിന് അക്രോസ് ഉള്ള കറണ്ട് അല്ലെ വോൾട്ടേജ് മെഷർ ചെയ്തിട്ട് നമുക്ക് RF പവർ മെഷർ ചെയ്യാൻ പറ്റും. ചില കേസുകളിൽ ഈ റെസിസ്റ്റീവ് ലോഡിൽ ഒരു പവർ ഉണ്ടാവല്ലോ, ആ പവറിനനുസരിച്ച് ഒരു ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യും. ആ ഹീറ്റിനനുസരിച്ച് നമ്മളിപ്പോൾ അവിടെ ഒരു ടെമ്പറേച്ചർ സെൻസറോ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ ആ ഹീറ്റിനനുസരിച്ചിട്ട് ആ ടെമ്പറേച്ചർ സെൻസർ ആ ടെമ്പറേച്ചർ സെൻസ് ചെയ്തെടുക്കും. അപ്പോൾ ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വെച്ചിട്ടും നമുക്ക് ഈ RF പവർ മെഷർ ചെയ്യാൻ പറ്റും. ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിൽ ബി ഇൻഡിക്കേറ്റിംഗ് ദ RF പവർ. അതായത് നമുക്ക് ഇതോ ഇവിടെ ഈ ഡയഗ്രം കണ്ടല്ലോ, ഒരു RF സോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മളൊരു ടെമ്പറേച്ചർ സെൻസർ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെയുള്ള RF പവർ മാറുന്നതിനനുസരിച്ചിട്ട് ദിസ് റെസിസ്റ്റർ വിൽ ബി പ്രൊഡ്യൂസിങ് ഹീറ്റ്. ഈ ഒരു റെസിസ്റ്റർ വിൽ ബി പ്രൊഡ്യൂസിങ് ഹീറ്റ്. ആ ഹീറ്റിനനുസരിച്ച് എന്താവും, ഇവിടെയുള്ള ടെമ്പറേച്ചർ ചേഞ്ച് ആവും. ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആര് സെൻസ് ചെയ്യും? ഈ ടെമ്പറേച്ചർ സെൻസർ സെൻസ് ചെയ്യും. ആ ടെമ്പറേച്ചർ സെൻസർ വിൽ ബി എ ട്രാൻസ്ഡ്യൂസർ. ഇറ്റ് വിൽ ബി കൺവേർട്ടിംഗ് ദിസ് ഹീറ്റ് ടു ഇലക്ട്രിക്കൽ സിഗ്നൽ ആൻഡ് ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ യൂസിങ് സം ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, വോൾട്ടേജ് ആയിട്ടോ കറണ്ട് ആയിട്ടോ നമുക്ക് ആ ഒരു ഇവിടെയുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽ മെഷർ ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, അപ്പോൾ RF പവർ വിൽ ബി ടെർമിനേറ്റിംഗ് അക്രോസ് ദിസ് റെസിസ്റ്റർ. ആ RF പവറിൽ ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ട് ഇവിടെയുള്ള മീൻസ് ഹീറ്റ് വിൽ ബി ഡിസിപ്പേറ്റിംഗ് ഹിയർ ബേസ്ഡ് ഓൺ ദാറ്റ് RF പവർ. ദാറ്റ് ഹീറ്റ് വിൽ ബി സെൻസ്ഡ് ബൈ ദിസ് ടെമ്പറേച്ചർ സെൻസർ. അതായത് ആ ഹീറ്റ് മാറുന്നതിനനുസരിച്ച് എന്താവും, അവിടെയുള്ള ടെമ്പറേച്ചർ ചേഞ്ച് ആവും. ദാറ്റ് വിൽ ബി സെൻസ്ഡ് ബൈ ദിസ് ടെമ്പറേച്ചർ സെൻസർ. ഓക്കെ, this temperature sensor then it will be converting that temperature change into an electrical signal which can be measured by using a ordinary electronic instruments. Okay, so here the transducer that will convert the heat generated in the load resistor to either a DC or low frequency AC signal. അതായത് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് മാറ്റുന്നു, which can measured by using ordinary electronic instruments. Which can be measured by using a ordinary electronic instruments. Okay, so ഇതാണ് നമ്മുടെ ഇലാബറേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം. ഇത് ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ സെൻസർ മാത്രമേ വെച്ചുള്ളൂ. ഇലാബറേറ്റഡ് ബ്ലോക്ക് ഡയഗ്രാം ഇസ് ഷോൺ ഹിയർ. ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻപുട്ട് വിൽ ബി ദ RF പവർ. അതായത് നമ്മൾ ഇവിടെ ഒരു സെൻസിങ് എലമെന്റ് ഉണ്ടല്ലോ, ഇവിടെയാണ് ഹീറ്റ് ആയിട്ടാണ് ഇവിടെ ഇൻപുട്ട് വരുന്നത്. ദെൻ ഹിയർ വി ആർ ഹാവിംഗ് എ സെൻസർ, ദെൻ ഇറ്റ് വിൽ ബി കൺവേർട്ടിംഗ് ഇൻ ടു എൻ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. സിമിലർലി ഇൻപുട്ട് ഇവിടെ വരുന്നു, ഇറ്റ് വിൽ ബി എൻ RF സിഗ്നൽ. ഓക്കെ, this sensor may be a resistive sensor or a temperature sensor, any sensor it will be there. This sensor what will be it will be doing, it will be converting into an electrical voltage. Okay, your sensor element, it will be converting that input RF signal into an electrical voltage. That electrical voltage will be scaled down, it will be scaled down to a low voltage, and that low voltage is then amplified
ആ ഒരു ലോ വോൾട്ടേജ്, അതായത് നമുക്ക് ഇൻപുട്ട് RF സിഗ്നൽ വരുന്നു, അതിനെ നമ്മൾ സ്കെയിൽ ചെയ്തിട്ട് ഒരു സ്മോൾ വോൾട്ടേജ് ലെവലിലേക്ക് കൊണ്ടുവരികയാണ്. ആ സ്മോൾ വോൾട്ടേജ് ലെവലിനെ then it will be amplified, then it is passed through a filter. What will be filter doing? Filter എന്താ ഇവിടെ ചെയ്യുക? Filter will be filtering out the unwanted components. Okay, filter will be filtering the unwanted components. And also one more case is there, അതായത് ഇപ്പോൾ നമുക്ക് സ്പീഡാണ് നമുക്ക് ഇവിടെ അത്യാവശ്യമെങ്കിൽ നമ്മൾ ഇവിടെ ഫിൽറ്ററിന് വലിയൊരു ബാൻഡ് വിഡ്ത്ത് കൊടുക്കും. സോ അത് സ്പീഡായിട്ട് അത് പാസ് ചെയ്ത് പോകും. ഓക്കെ, സോ ഇഫ് നമ്മുടെ ഇൻസ്ട്രുമെന്റിൽ സ്പീഡിനാണ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റിൽ സ്പീഡിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നെങ്കിൽ ഫിൽറ്റർ വിൽ ബി ഹാവിംഗ് ഹൈ ബാൻഡ് വിഡ്ത്ത്. ഇഫ് സെൻസിറ്റിവിറ്റി ഈസ് മേജർ ഫാക്ടർ, then the bandwidth of this filter will be less. സെൻസിറ്റിവിറ്റിക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നെങ്കിൽ ഈ ഫിൽറ്ററിന്റെ ബാൻഡ് വിഡ്ത്ത് കുറവായിരിക്കും. സോ filter will be filtering out the unwanted quantity in this input, then it is converted to a digital signal. ഇതുവരെ നമുക്ക് അനലോഗ് സിഗ്നൽ ആണ് വന്നത്, ആ ഒരു അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നൽ ആക്കും ആര്? ഈ A to D converter. Then it is fed to a microprocessing unit. Okay, it will be fed to a microprocessing unit. ഈ microprocessing unit it will be sampling the signal. Okay, it will be sampling the signal, and also it can do some additional filtering also. Okay, and also it will be interfacing the circuit to a display, digital display. Okay, digital display le ee microprocessing unit interface ചെയ്യും. Okay, in display we will be measuring that output in dBm or watt. In display the input RF power can be measured in dBm or volt. Okay, sometimes this A to D converter will be present inside the microprocessor unit. If in microprocessor unit A to D converter is not there, means external ആയിട്ട് നമ്മൾ ഇവിടെ add ചെയ്യും. So this is the block diagram of RF power meter. And also types of power meter. There are numerous types of power meter. For example, we are taking two of them. One is thermistor RF power meter. Thermistor RF power meter. And the thermistor, അതായത് it is a resistor. അതായത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്തതിന്, മീൻസ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തതിനനുസരിച്ചിട്ട് അതിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വിൽ ബി ചേഞ്ചിങ്. ഓക്കെ, സോ തെർമിസ്റ്റർ ഈസ് എ റെസിസ്റ്റർ ദാറ്റ് ചേഞ്ചസ് ഇസ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വിത്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതുപോലെ തന്നെ നമുക്ക് ഈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉണ്ട്, അതുപോലെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉണ്ട്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസ് വിൽ ബി ഡിക്രീസിങ്. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അതാണ് ഇവിടെ ഗ്രാഫ് കാണിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു കേസിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസ് കൂടുന്നതാണ്. സോ ഇറ്റ് വിൽ ബി പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് device, and here you can see temperature കൂടുന്നതിനനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസ് കുറയാണ്. സോ ഇറ്റ് ഈസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഡിവൈസ്. സോ one type of power meter, RF power meter is thermistor RF power meter, and another one is bolometer. In bolometer it will be detecting the infrared radiation. Incident infrared radiation എത്രയുണ്ട് അത് മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബോലോമീറ്റർ. അതിലൊരു ഡിറ്റക്ടർ ഉണ്ട്, ഒരു ഡിറ്റക്ടർ എലമെന്റ് ഉണ്ട്. ഇറ്റ് വിൽ ബി ഹൈലി സെൻസിറ്റീവ് തെർമിസ്റ്റർ. ആ ഡിറ്റക്റ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈലി സെൻസിറ്റീവ് തെർമിസ്റ്റർ ആയിരിക്കും. അതായത് ഒരു ചെറിയൊരു തെർമൽ റേഡിയേഷൻ അടക്കം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഹൈലി സെൻസിറ്റീവ് തെർമിസ്റ്റർ ആണ് ബോലോമീറ്ററിൽ യൂസ് ചെയ്തിരുന്നത്. അതായത് അത് കൂൾ ചെയ്തിട്ട് ഒരു ലിക്വിഡ് ഹീലിയം ടെമ്പറേച്ചർ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും. അതായത് ഈവൻ സ്മോൾ തെർമൽ റേഡിയേഷൻസ് അടക്കം മെഷർ ചെയ്യാൻ പറ്റും അതിന്. ഓക്കെ, സോ എനി തെർമൽ റേഡിയേഷൻ, അവിടെ എന്തെങ്കിലും ഒരു തെർമൽ റേഡിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു ഡിറ്റക്ടർ എലമെന്റിന്റെ മേലെ ഏതെങ്കിലും ഒരു തെർമൽ റേഡിയേഷൻ ഇൻസിഡന്റ് ആയിട്ട് വരികയാണെങ്കിൽ ഇറ്റ് വിൽ ചേഞ്ചസ് ദ ടെമ്പറേച്ചർ വിച്ച് ചേഞ്ചസ് ദ റെസിസ്റ്റൻസ് ആൻഡ് ദെൻ ആംപ്ലിഫൈഡ് ആൻഡ് മെഷേർഡ് ആസ് വോൾട്ടേജ് ഡിഫറൻസ്. അതായത് അവിടെ ഒരു ഇൻസിഡന്റ് ആയിട്ട് ഒരു തെർമൽ റേഡിയേഷൻ വരുന്ന സമയത്ത് അവിടെയുള്ള ടെമ്പറേച്ചർ മാറുകയാണ്. അതായത് ഈ ഡിറ്റക്ടർ എലമെന്റിന്റെ ടെമ്പറേച്ചർ മാറുന്നതാണ്. ഈ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ചിട്ട് അവിടെയുള്ള ഒരു തെർമിസ്റ്റർ ആണല്ലോ, അതായത് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് അവിടെയുള്ള റെസിസ്റ്റൻസ് മാറുകയാണ്. ആ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഈസ് ദെൻ ആംപ്ലിഫൈഡ് ആൻഡ് മെഷേർഡ് ആസ് എ വോൾട്ടേജ് ഡിഫറൻസ്. ഓക്കെ, സോ bolometer is also an RF power meter.
Okay, then thermistor, RF power meter. So these three instruments, I think everyone is clear about that. That is digital multimeter, then audio power meter, then RF power meter. Okay, so if any doubt is there, please get to me. So by this we are stopping today's class. Okay, thank you.